ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മാഡ്നസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടിയിരിക്കുന്നത്? നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കേസ്. അപ്പോൾ കേസ് അങ്ങനെ റിലീസായിട്ടുണ്ട്. എല്ലാവർക്കും അറിഞ്ഞു കാണും ന്യൂസ്. നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ ലേറ്റായി, കുറച്ച് ബിസി ആയിരുന്നു. എന്നാലും നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ടൈമിൽ തന്നെ. കേസ് ലോഞ്ചായി. അങ്ങനെ നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴയ കേസിലുള്ള കാർസും ഉണ്ട്, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാസുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഞാൻ ലെങ്തി ആക്കുന്നില്ല. ആദ്യം നമുക്ക് TH നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ പ്രസ് TH. ഷെവർലെറ്റർ ഇതാണ്. TH നമുക്ക് കിട്ടി, പക്ഷേ STH കിട്ടാനുള്ള യോഗം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനെ ഇവിടെ വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ തീർക്കാം, കാരണം ഒരുപാട് ലെങ്തി ആയാലും ബോറടിക്കും എല്ലാവർക്കും. പിന്നെ ഇവനാണ് നമ്മുടെ 15 ലാൻഡ് റോവർ ഡിഫൻഡർ ഡബിൾ ക്യാബ്. ഇത് ലാസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവനെ കണ്ടുപരിചയം ഉണ്ടാവും എല്ലാവർക്കും. ഇങ്ങനെ ഇവിടെ കൂടെ വെച്ച് തന്നെ പോവാം. ഇവനാണ് 70 പ്ലൈമൗത്ത് സൂപ്പർ ബേർഡ്. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട വന്ന് ഇവൻ്റെ ടയേഴ്സ് രണ്ട് കളറാണ്. ആൻഡ് ടയറിൻ്റെ സൈസും ഡിഫറൻസ് ഉണ്ട്. യെല്ലോ ഒന്ന് കുറച്ച് വലുതാണ്, ബ്ലൂ ഒന്ന് ചെറുതാണ്. ആൻഡ് അതിൻ്റെ ലിവറി അത് സൂപ്പറായിട്ടുണ്ട്. HW എന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹോട്ട് വീൽസിൻ്റെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെയുണ്ട്. നല്ലൊരു ഇവിടെ ഒരു സൂം എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആൻഡ് ഭയങ്കര അട്രാക്റ്റീവാണ് ഈ പീസ്. എനിക്ക് ഈ കേസിൽ വന്നതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പീസാണ് ഇത്. ഇവനിവിടെ വയ്ക്കാം. നമ്മുടെ മൂന്നാമത്തെ പീസായിരുന്നു അവൻ. ഇവൻ വന്ന് നമ്മുടെ 67 മസ്താങ്. അവനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇവൻ ലാസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. ലാസ്റ്റ് കേസിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 പീസായി ഇവൻ സെയിം. അപ്പോൾ അവനെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോൾ. പിന്നെ ഇവനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഇതാണ്, ഒരു ലിറ്റിൽ റോർ. നല്ലൊരു ഇവിടെ ഒരു മിനി കൂപ്പറിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ആൻഡ് ലൈസൻസ്ഡ് മോഡലും അല്ല. അപ്പോൾ എനിക്കറിയില്ല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, അറിയുന്നവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിൻ്റെയും ഡീറ്റെയിലിംഗ് ഒക്കെ സൂപ്പറായിട്ട് തന്നെയുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ, ബ്രൗൺ ടയേഴ്സാണ്. സൂപ്പറായിട്ട് തന്നെയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഇവനെയും സെലക്ട് ചെയ്തത്. ആൻഡ് ഒരു സ്നോക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിൽ കാണാൻ പറ്റും, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അത് ആ കാറിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ മൈന്യൂട്ട് ആണെങ്കിലും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസും അടിപൊളിയാണ്. അപ്പോൾ ഇവൻ പിന്നെ നമ്മുടെ കസ്റ്റം 18 ഫോർഡ് മസ്താങ് GT. ഇതും നല്ലൊരു എന്താ പറയുക, അടിപൊളി ഒരു ബ്ലൂ കളർ. ആൻഡ് അതിൻ്റെ ആ ഒരു ഡിസൈൻ സൂപ്പറായിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ടയേഴ്സ് ആൻഡ് ഇവിടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഒരു ഫോർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു 60 ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് മസ്താങ് 60. എന്താ പറയുക, ഭയങ്കര ഒരു അട്രാക്ഷൻ ഈ ഒരു പീസിന് എനിക്ക് തോന്നി. എന്താണെന്നറിയില്ല, മേ ബി ആ കളറിൻ്റെയോ എന്തെങ്കിലും ആയിരിക്കും. ഒരു അടിപൊളി പീസ്. അപ്പോൾ ഇവനെ ഇവിടെ വെക്കാം. നമുക്ക് അടുത്ത പീസിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ ഹോട്ട് വീൽസ് ആയതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഇത് വന്ന് നമ്മുടെ മെക്ലറിൻ്റെ സ്പീഡ് ടൈൽ. എനിക്ക് ഈ പീസ് കിട്ടിയിരിക്കുന്ന മുഴുവൻ 179 ആണ്. ഞാൻ ഹോട്ട് വീൽസിൽ ലേറ്റസ്റ്റ് ഇയറിൻ്റെ കാർഡ്സും ഒരു 24-25 കാർഡ്സ് ഒന്നും MRPക്ക് മേളിൽ മേടിക്കില്ല. അതിൻ്റെ ഒരു വാശിയാണ്. കാരണം നമ്മൾ തന്നെയാണ് സ്കാലപ്പേഴ്സിനെ ഉണ്ടാക്കി വിടുന്നത്. സോ നമ്മൾ തന്നെ ഇത് കൺട്രോൾ ചെയ്യണം. കാരണം ഇത് എൻ്റെ ഒരു വാശിയാണ്. ഇതുപോലെ കളക്ടേഴ്സ് എനിക്കറിയാം, കാരണം ഇത് കാണുമ്പോൾ നമ്മുടെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഫീൽ, അത് കിട്ടാൻ വേണ്ടിയുള്ളൊരു എന്താ പറയുക, ഒരു ആക്രാന്തം എന്ന് വേണേൽ പറയാം. അത് പാടില്ല ദയവ് ചെയ്ത്. കാരണം ഒരുപാട് സിൻസിയറായുള്ള കളക്ടേഴ്സിന് സാധനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 179 MRPക്ക് മുകളിൽ ഷിപ്പിംഗ് കൊടുക്കാം, അത് നോർമലാണ്. പക്ഷേ ₹1 പോലും കൂടുതൽ കൊടുക്കരുത് ആരും. സ്കാലപ്പേഴ്സിനെ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു വാശിയാണത്. ഞാൻ 5 പൈസ കൂടുതൽ കൊടുക്കാറില്ല. ഞാൻ ആ ഷോപ്പ് കീപ്പറിനോടും പറഞ്ഞിട്ടുണ്ട്, MRP അത് ഞാൻ വാങ്ങും. ഇമ്പോർട്ടഡ് കാർഡ്സിനും ഒരു മിനിമൽ റേറ്റ് അത് ഞാൻ തരാൻ തയ്യാറാണ്. അതിന് മുകളിൽ 5 പൈസയ്ക്ക് എനിക്ക് ഹോട്ട് വീൽസ് വേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും അത് ഫോളോ ചെയ്യുക. സിൻസിയറായ ജെനുവിനായ കളക്ടേഴ്സിന് സാധനം കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. കാരണം ഈ പീസൊക്കെ കൊണ്ടുപോയിട്ട് വായിൽ വരുന്ന വിലക്കാണ് വിൽക്കുന്നത്.
ഇതും ചെറിയ ചെറിയ പിള്ളേരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവർക്ക് 179 ഒരു പോക്കറ്റ് മണി ആയിരിക്കും. പക്ഷേ അത് വിറ്റിട്ട് അവർ ആ പൈസ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാലം സ്കാലപ്പേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ വാങ്ങാനും പാടില്ല. അത് ദയവ് ചെയ്ത് കളക്ടേഴ്സ് ഒരു വാശിയായിട്ട് തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവൻ വന്ന് മെക്ലറിൻ്റെ സ്പീഡ് ടൈലാണ്. ഈ ബോക്സിൽ വന്ന് STH ആക്ച്വലി ഈ പീസാണ്. പക്ഷേ ഇതിൻ്റെ ഓറഞ്ച് കളറാണ് STH. ഇത് STH അല്ല, ഓറഞ്ച് കളറാണ് STH. ഇത് റെഡ് കളറാണ്. ഇവനൊരു പീസാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരു കൂൾ ലുക്ക് ഇവന് വെക്കാം അവിടെ. അടുത്ത് തോന്നുന്നത് നമ്മുടെ ഫെറാറി SF90. ഇവൻ്റെ ഒരു 24 സ്കെയിലുള്ള കാർ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അപ്പോൾ ആ സമയം നമ്മൾ യൂട്യൂബിൽ കാസിൻ്റെ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. അതെൻ്റെ കയ്യിലിരിപ്പുണ്ട്, ബ്യൂറോ കൊണ്ട് മേക്കിൻ്റെ. അപ്പോൾ ഇവനാണ് SF90. ഇവൻ്റെയും ഡീറ്റെയിലിംഗ് ഒക്കെ കൊള്ളാം. ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ആൻഡ് ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഹോട്ട് വീൽസിൻ്റെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഓരോ വണ്ടിക്കും നമ്മളൊരു 5-6 ലൈനെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീഡിയോ അതുപോലെ ലെങ്തി ആവും. ആൻഡ് ഇവൻ വന്ന് 79 ലംബോർഗിനി മ്യൂറ SV. ഇതും എൻ്റെ ഓർമ്മയിൽ ലാസ്റ്റ് കേസിൽ ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഗോൾഡൻ ലൈനിൻ്റെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ജാസ്തി ഒന്നും പറയുന്നില്ല. ഇവനെ ഇവിടെ വയ്ക്കാം. അടുത്ത വന്ന് മെസററ്റി ഷാമൽ. ഇവനും ലാസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇല്ല, നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ കേസിൻ്റെ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇവൻ ഈ കേസിലുള്ളതാണ് ലാൻഡ് റോവർ ഡിഫൻഡർ 90. നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. എൻ്റെ റോക്കി അവിടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം. അവന് പുറത്ത് പോകണം. ആൻഡ് ഇതാണ് വണ്ടി, ഡിഫൻഡർ ഇട്ടിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ സൂപ്പറായിട്ടുണ്ട്. ഒരു സ്റ്റെപ്നി ടയർ ബാക്കിലുണ്ട്. നന്നായിട്ട് തന്നെ ഡീറ്റെയിലിങ്ങും വലിയ മോശമൊന്നും ഞാൻ പറയത്തില്ല, നല്ല ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവനാണ് സാധനം. അടുത്ത വന്നൊരു ഹോണ്ട സിവിക് കസ്റ്റം. അവൻ്റെയും കളർ കോമ്പിനേഷനും കാര്യമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെയുണ്ട്. ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഫ്രണ്ടിൽ സിവിക് എന്ന് വലുതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ വന്ന് നമ്മുടെ ഒരു വോക്സ് വാഗണിൻ്റെ T3 കസ്റ്റം. ഇതും ഒരു ചെറിയൊരു ബസ്സിൻ്റെ മോഡലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതെനിക്ക് എന്താണെന്നറിയില്ല, അറിയുന്നവർ എക്സ്പ്ലെയിൻ ചെയ്യുക. ആ വണ്ടിയുടെ മോഡൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു 25 ഇട്ടിട്ടുണ്ട്. ഹോട്ട് വീൽസ് 25 ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. മേ ബി 25 ഇയറിൻ്റെ ആയതുകൊണ്ടായിരിക്കും, എന്താണെന്നറിയില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക. അപ്പോൾ ഇവനാണ് നമ്മുടെ വോക്സ് വാഗണിൻ്റെ T3 കസ്റ്റം. അടുത്തത് നമ്മുടെ ഹോണ്ട സിവിക് EF. ഇവൻ വന്ന് നമ്മുടെ ലാസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇവനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 90 ഹോണ്ട സിവിക് ആണ്. ഇവനാണ് ഒരെണ്ണം. നല്ലൊരു ഗ്രീൻ കളർ, സൂപ്പർ ക്യൂട്ട് കളർ. റോക്കി അവൻ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഓടിപ്പോവും. പിന്നെ ഇവൻ വന്ന് ടൊയാട്ടയുടെ ഒരു GR86 കപ്പ്. ഇവൻ ലാസ്റ്റ് കേസിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ കളർ കോമ്പിനേഷൻ എനിക്കിത് കണ്ടിട്ട് ഒരു ഡയറി മിൽക്ക് കയ്യിൽ പിടിച്ച ഒരു ഫീലാണ് വരുന്നത്. ആ ഒരു കളറാണ് ശരിക്കും ഡയറി മിൽക്ക് ചോക്ലേറ്റിൻ്റെ അതേ കളർ. സൂപ്പറായിട്ടുണ്ട്, നല്ലൊരു ഡീറ്റെയിലിംഗ് ആണ്. ഇവനെയും ഇവിടെ വയ്ക്കാം. ഇതും ലാസ്റ്റ് കേസിലുണ്ടായിരുന്നു, ആൽഫ റോമിയോ. അപ്പോൾ ഇവനെക്കുറിച്ച് ഞാൻ വലിയതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇവൻ വന്ന് ഓഡി 90. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് കൊണ്ടുവന്നിട്ട് സാധനം കണ്ടിട്ടില്ല. ഞാനും ഈ വീഡിയോ എടുക്കുമ്പോഴാണ് കാണുന്നത്. കാരണം മഴക്കാലം ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ കൊണ്ടുവന്ന് ഫുൾ നനഞ്ഞ് കുളിച്ചാണ് ഞങ്ങൾ എടുത്തിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ തന്നെ അകത്ത് വെച്ചു, തുറന്നില്ല. ഇപ്പോഴാണ് ഞാനും കാണുന്നത്. കടയിൽ നമ്മൾ ധൃതി പിടിച്ച് എല്ലാം കൂടി എടുക്കാമായിരുന്നു. കാരണം ഷോപ്പിൽ അത്ര ടൈം നമുക്ക് കാണാനൊന്നും പറ്റില്ല. ഇവിടെ ഓഡിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്.
25 എന്ന് എഴുതിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. ഹോട്ട് വീൽസ് 25 എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ഈ 25 ഇയറിൻ്റെ ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾമോസ്റ്റ് എല്ലാത്തിലും ഹോട്ട് വീൽസ് 25 എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. സൂപ്പറായിട്ട് തന്നെ ഉണ്ട്. ആ ലോഗോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലോഗോയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വന്ന് നമ്മുടെ ലാസ്റ്റ് ഫെറാറി F40 കോമ്പറ്റീസിയോൺ. അപ്പോൾ ഇവനും നമ്മുടെ ഫെറാറി F40 കോമ്പറ്റീസിയോൺ. ഇതും ഞാൻ MRP തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഈ കാർഡ് കാണാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ഥിരം എടുക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് സാധനം ഈസിയാണ് കിട്ടാൻ. കാരണം ഞാൻ എടുക്കുമ്പോഴും പറഞ്ഞല്ലോ മിനിമം ഇതിന് പുറമേ ഞാൻ നമ്മുടെ കൈഡോസിൻ്റെ എടുക്കാറുണ്ട്, മിനി GT എടുക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ ഷോപ്പിൽ നമ്മൾ പറയുമ്പോൾ പുള്ളിക്കാരൻ നമുക്ക് തരും. അതാണ് മെയിൻ. നമുക്ക് ഹോട്ട് വീൽസിൻ്റെ കൂടെ ഫാൻറ്റസി ഒന്നും എടുക്കേണ്ടി വരില്ല. കാരണം ആ ഒരു പർച്ചേസിങ് നല്ലൊരു എമൗണ്ടിൻ്റെ പർച്ചേസിങ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടാറുണ്ട്. ആൻഡ് പിന്നെ ഞാൻ തിരിച്ചു പറയുകയാണ്, ഒരിക്കലും സ്കാലപ്പേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യരുത്, അവരെ പ്രൊമോട്ട് ചെയ്യരുത്. 179 മുകളിൽ ഷിപ്പിംഗ് കൊടുക്കാം. ₹1 പോലും ജാസ്തി കൊടുക്കാൻ പാടില്ല. ആ പീസ് കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് മോനോട് പറയാറുള്ളത്. കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേണ്ട. 5 പൈസ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കാരണം ചെറിയ പിള്ളേർ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കേസുകൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. കാരണം വീട്ടുകാർക്ക് അറിയില്ലല്ലോ 179 മേടിച്ചിട്ട് ഇവൻ പുറത്ത് വിൽക്കുന്ന വില എന്താ, അവൻ്റെ കയ്യിൽ വരുന്ന വരുമാനം എന്താണെന്ന് അറിയില്ല. തെറ്റായ വഴിക്ക് ഒരുപാട് ചെറിയ പിള്ളേർ മാറുന്നുണ്ട് ഈ ഹോട്ട് വീൽസ് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കളക്ടേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഒരു സിമ്പിളായ ഒരു സജഷനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മുടെ KKസിൻ്റെ ഫുൾ കളക്ഷൻ. ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 വണ്ടികൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടി KKസിൽ നിന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കുഞ്ഞു വണ്ടികളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിനും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. താങ്ക്